നമസ്കാരം. എസ്.എം ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി താറാവ് കറി, ഇട്ടിയപ്പൻ താറാവ് കറി. ഇപ്പോൾ 1 കിലോ 800 ഗ്രാമുള്ള ഒരു താറാവിനെയാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. ക്രിസ്മസ് ഒക്കെ അല്ലേ, സ്പെഷ്യൽ താറാവ് കറിയാണ്. അപ്പോൾ താറാവിനെ കഴുകി വൃത്തിയാക്കിയതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകം, 1 ടീസ്പൂൺ ഉപ്പും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒരു 3 വിസിൽ വരെ വേകാനായിട്ട് വെക്കാം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് ആണ്: ഏലക്ക, 2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ പെരുംജീരകം, ജാതിപത്രി, ഗ്രാമ്പൂ, കറുകപ്പട്ട എന്നിവ. ഒരു ഉരുളി വെച്ച് ഉരുളി ചൂടായി വന്നപ്പോഴേക്ക് ആവശ്യത്തിന് എണ്ണയും ഒഴിച്ച് ഈ സ്പൈസസ് എല്ലാം ഒന്ന് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കണം. അപ്പോൾ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതെല്ലാം മൂത്ത് വന്നതിലേക്ക് 3 വലിയ സവാള അരിഞ്ഞതും ചേർത്ത് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. അപ്പോൾ അതെല്ലാം നല്ലവണ്ണം വഴറ്റി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് അതും ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് വീണ്ടും ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതെല്ലാം നല്ലവണ്ണം മൂത്ത് വന്ന് തണുത്തതിന് ശേഷം ഇതിനെ നല്ലവണ്ണം അരച്ചെടുത്ത് നല്ല പേസ്റ്റാക്കണം. അത് വീണ്ടും പാനിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമ്മൾ താറാവ് വേവിച്ചതിൻ്റെ വെള്ളമാണ് ബാക്കി ഒഴിക്കുന്നത്. താറാവ് വേവിച്ചതിനകത്തുനിന്ന് ഇത്രയും വെള്ളം വന്നു കണ്ടോ. നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും അതിനകത്ത് ചേർത്തില്ല, ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നല്ലവണ്ണം തിളച്ചതിന് ശേഷം അതിലേക്ക് താറാവിൻ്റെ കഷ്ണങ്ങളിട്ട് അടച്ച് വെച്ച് ചെറുതീയിൽ വീണ്ടും ഒന്ന് വേവിച്ചെടുക്കണം. ചാറിൻ്റെ പരുവം അനുസരിച്ച് നമുക്കിതിനെ കുറുക്കിയെടുക്കാം. ഞങ്ങൾ ഒത്തിരി ചാറില്ലാതാണ് എടുത്തത്. നമ്മുടെ അടിപൊളി ഇട്ടിയപ്പൻ താറാവ് കറി റെഡി ആയിട്ടുണ്ട്. ഈ കറിക്ക് ഞാനിട്ട പേരാണ് ഇട്ടിയപ്പൻ താറാവ് കറി. നല്ല മുരുമുരാന്നുള്ള അപ്പവും താറാവ് കറി. വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു.